കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച DRaaS സർവീസ് ഡ്രോൺ ശക്തി പദ്ധതി വളർന്നുവരുന്ന മേഖലയ്ക്ക് മികച്ച പിന്തുണയാകുമെന്ന് വിലയിരുത്തൽ. ഡ്രോണുകളുടെ ഉപയോഗവും സേവനവും സുഗമമാക്കുന്നതിന് ഡ്രോൺ ശക്തി പദ്ധതി പ്രോത്സാഹിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. ഡ്രോൺ ശക്തി പദ്ധതിയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുത്ത IITകളിൽ DRaaS സർവീസ് പദ്ധതിയിൽ നൈപുണ്യത്തിന് ആവശ്യമായ കോഴ്സുകൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. കർഷകരെ സഹായിക്കുന്നതിന് കീടനാശിനികളും പോഷകങ്ങളും തളിക്കുന്നതിനും വിളകൾ വിലയിരുത്തുന്നതിനും ഡ്രോണുകളുടെ ഉപയോഗം കേന്ദ്ര ബജറ്റ് നിർദ്ദേശിക്കുന്നു. DRaaS സർവീസ് മോഡൽ ഇന്ത്യയിലെ ഡ്രോൺ വ്യവസായത്തെ ഏകീകരിക്കാനും നിർമ്മാതാക്കളെയും സേവനദാതാക്കളെയും സഹകരിക്കാനും പ്രോത്സാഹിപ്പിക്കും. 5 മുതൽ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിവിധ മേഖലകളിലുടനീളം ഡ്രോൺ അഡോപ്ഷൻ DRaaS സർവീസ് വേഗത്തിലാക്കുമെന്ന് ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്മിത്ത് ഷാ പറഞ്ഞു. ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യൻ ആർമിയുമായി ഐഡിയ ഫോർജ് $20 മില്യൺ കരാർ ഒപ്പിട്ടിരുന്നു. നിരീക്ഷണത്തിനായി സൈന്യവും പോലീസും ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭൂസർവേ അടക്കം വിവിധ മേഖലകളിൽ ഡ്രോൺ ഉപയോഗം വർദ്ധിക്കാൻ ബജറ്റ് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷ.